ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇപ്പോൾ യൂറോ യു എസ് ഡിയിൽ ഓൾറെഡി മാർക്കറ്റ് നല്ലൊരു ഡൗൺ ട്രെൻഡിലാണ് പോകുന്നത്, നല്ലൊരു മൊമെൻറ്റത്തിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു റിവേഴ്സൽ ട്രേഡ് 1 മിനിറ്റിൽ എടുക്കാൻ തോന്നുന്നു. അതായത് കൂടുതൽ പേര് ഇതിൽ റിവേഴ്സൽ ട്രേഡാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു ലെവൽ മാർക്കറ്റ് ഇപ്പോൾ ബ്രേക്ക് ചെയ്തത് 5 മിനിറ്റ്സിൻ്റെ ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു റിവേഴ്സൽ ട്രേഡിൽ എങ്ങനെ എൻട്രി ചെയ്യാൻ നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാൻ 5 മിനിറ്റ്സിൽ ടൈം ചെക്ക് ചെയ്യാണ്. ഇപ്പോൾ 5 മിനിറ്റ്സിൽ ഓൾറെഡി മാർക്കറ്റ് ഈ ഒരു പൊസിഷനിലാണുള്ളത്. ഇപ്പോൾ 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ 2 മിനിറ്റും 29 സെക്കൻഡ്സും ഉണ്ട്. ഓക്കെ, ഇതാണ് 5 മിനിറ്റ്സിൻ്റെ ലെവൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പൊസിഷനിൽ 1 മിനിറ്റിൽ എങ്ങനെ ഒരു റിവേഴ്സൽ ട്രേഡ് എടുക്കാൻ നോക്കാം. ഈ ഒരു ക്യാൻഡിൽ എങ്ങനെയാണോ എൻഡ് ചെയ്യുന്നത് ആ ലെവലിൽ നമുക്ക് അടുത്തൊരു ട്രേഡ് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതൊരു എൻഗൾഫിംഗ് പാറ്റേൺ ആണെങ്കിൽ അടുത്ത ക്യാൻഡിൽ ഞാൻ കോൾ ഓപ്ഷൻ എടുക്കുന്നതാണ്. കാരണം മാർക്കറ്റ് ഓൾറെഡി ഈ ഒരു പൊസിഷനിൽ, അതായത് ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ഒരു എൻഗൾഫിംഗ് പാറ്റേൺ തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതൊരു പെർഫെക്റ്റ് എൻഗൾഫിംഗ് പാറ്റേൺ ആയതുകൊണ്ട് തന്നെ, കാരണം ഈ വിക്കറ്റ് ടു ബോഡി റേഷ്യോ കുറവാണ്. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു പൊസിഷനിൽ നമുക്ക് എൻട്രി കിട്ടാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു മാർജിൻ സേഫ്റ്റി ഈ ഒരു പൊസിഷനിൽ കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയി. ഓക്കെ, ആ ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് റിവേഴ്സൽ ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ്. എന്തുകൊണ്ടാണ് ആ ഒരു പൊസിഷനിൽ റിവേഴ്സൽ ട്രേഡ് എടുക്കുന്നത് വെച്ചാൽ മാർക്കറ്റ് ഓൾറെഡി ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ടൈമും മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുമ്പോഴാണ് നമ്മൾ ട്രേഡ്, അതായത് ഒരു വലിയ മൊമെൻറ്റത്തിൽ വരുന്ന മാർക്കറ്റിൽ ഫസ്റ്റ് നമുക്കൊരു റീട്രേസ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ അതേ പൊസിഷനിൽ തന്നെ, അതായത് ആ ഒരു സെയിം ഏരിയയിൽ തന്നെയാണ് അടുത്തൊരു റീട്രേസ്മെൻറ്റ് കൂടി വരുന്നതെങ്കിൽ മാർക്കറ്റിന് ഏറ്റവും കൂടുതൽ സാധ്യത അവിടുന്ന് റിവേഴ്സ് ചെയ്യാനാണ്. ഓക്കെ, അതായത് മാർക്കറ്റ് ട്രെൻഡ് ചേഞ്ച് ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കോൾ ഓപ്ഷൻ, അതുകൊണ്ടാണ് ഈ ഒരു പൊസിഷനിൽ കോൾ ഓപ്ഷൻ എടുത്തത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ നോക്കേണ്ടത് മാർക്കറ്റ് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ. അതായത് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്യാൻഡിൽ. ഓക്കെ, ഈ ഒരു ഹൈനെ മാർക്കറ്റ് ആ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു ട്രേഡ് വിൻ ചെയ്യാൻ പറ്റി. നമുക്ക് ജസ്റ്റ് നോക്കാം അടുത്തൊരു ട്രേഡ് എവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഇതാണ് നമുക്ക് ഇനിയുള്ള ലെവൽസ് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ 5 മിനിറ്റ്സിൽ നോക്കാം. 5 മിനിറ്റ്സിൽ നല്ലൊരു ഹാമർ ക്യാൻഡിലാണ് വരുന്നത്. ഇനി 39 സെക്കൻഡ്സ് ഉണ്ട്. ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം ഈക്വൽ ലോസ് ആണ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. അതായത് ഈക്വൽ ലോസ് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒബ്വിയസ് ആയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ ഇവിടെ ഒരു നല്ല ഹാമർ ക്യാൻഡിൽ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇപ്പോൾ മൊമെൻറ്റത്തിൽ എങ്ങനെ ട്രേഡ് എടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ മൊമെൻറ്റത്തിൻ്റെ ഈ ഒരു ക്യാൻഡിൽ നമ്മുടെ കണ്ടിന്യൂഷൻ ക്യാൻഡിലാണ്, അതായത് ഒരു ഓപ്പൺ മർബൂസ് ക്യാൻഡിലാണ്. അപ്പോൾ ഇത് ഏതെങ്കിലും ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ഒരു ലെവൽ തന്നെയാണ് ക്ലോസ് ചെയ്ത് ഞാൻ ഒരിക്കലും ട്രേഡ് എടുക്കില്ല, കണ്ടിന്യൂഷൻ ട്രേഡ്. അതായത് അവിടെ നമുക്ക് നല്ലൊരു എൻട്രി കിട്ടിയിട്ടുണ്ട്. ഞാൻ അവിടെ നിന്നൊരു 3 ട്രേഡ് എടുത്തു. ഓക്കെ, എന്തുകൊണ്ടാണ് അവിടെ നിന്ന് ട്രേഡ് എടുക്കുക കാരണം വെച്ചാൽ മാർക്കറ്റ് ഈ ഒരു ലെവലിന് താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു ലെവലിൻ്റെ താഴത്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതുപോലെ തന്നെ ഇതൊരു മൊമെൻറ്റത്തിൽ ഓപ്പൺ മർബൂസ് ക്യാൻഡിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന്, അതായത് ഈ റെഡ് ക്യാൻഡിൽ റിജക്ഷൻ വരുന്നത് കാണാം. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. കാരണം ആ റെഡ് ക്യാൻഡിൽ റിജക്ഷൻ വന്നിട്ട് ക്യാൻഡിൽ മുകളിലേക്ക് പോകുന്നതാണ്. കാരണം ഓപ്പൺ മർബൂസ് ക്യാൻഡിൽ എന്ന് പറയുന്നത് കണ്ടിന്യൂഷൻ ക്യാൻഡിലാണ്. അപ്പോൾ അത് ഒരു ലെവലിൻ്റെ ഉള്ളിലല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടുന്ന് കോൾ ഓപ്ഷൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഏതെങ്കിലും ഒരു ലെവലിലാണെങ്കിൽ ഞാൻ അവിടുന്ന് കോൾ ഓപ്ഷൻ എടുക്കില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം മാർക്കറ്റ് അതിൻ്റെ ഉള്ളിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂഷൻ ക്യാൻഡിൽ, അതായത് അടുത്ത ക്യാൻഡിൽ കോൾ ഓപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് 5 മിനിറ്റ്സിൽ കാണാം മാർക്കറ്റ് അപ് ട്രെൻഡിലാണ് മൂവ് ചെയ്യുന്നത്. കാരണം ലിക്വിഡിറ്റി ഇവിടുന്ന് ക്യാച്ച് ചെയ്തിട്ടുള്ള ക്യാൻഡിൽസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ക്യാൻഡിൽ നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട്. 1 മിനിറ്റിൽ നോക്കാം നമുക്ക്. ഒരു റിവേഴ്സൽ ട്രേഡ്, അതായത് റിവേഴ്സൽ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കണ്ടിന്യൂഷൻ ക്യാൻഡിൽ ട്രേഡ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. അതായത് മാർക്കറ്റ് ഓൾറെഡി 5 മിനിറ്റ്സിൽ റിവേഴ്സൽ ക്യാൻഡിൽ തന്നു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഈ ഒരു ഈക്വൽ ലോ ബ്രേക്ക് ചെയ്തിട്ട് ലിക്വിഡിറ്റി ക്യാച്ചും ചെയ്തു. അതുപോലെ നമുക്കുള്ള അടുത്തൊരു കൺഫർമേഷനാണ് ഏതെങ്കിലും ഒരു ട്രെൻഡ് എൻഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു റീട്രേസ്മെൻറ്റ് തന്നു കഴിഞ്ഞിട്ട് വീണ്ടും അതേ പൊസിഷനിൽ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ചെയ്ത് മുകളിലേക്ക് പോകാനാണ് സാധ്യത. കാരണം ഫസ്റ്റ് ആ മാർക്കറ്റിൽ ഇവിടെ ഒരു റിവേഴ്സൽ തന്നു കഴിഞ്ഞു, അതായത് ഒരു മൊമെൻറ്റം ബ്രേക്ക് ഇവിടെ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു മൊമെൻറ്റത്തിൻ്റെ ഉള്ളിൽ തന്നെ അടുത്തൊരു റിവേഴ്സൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് കൂടുതൽ അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൺ ചെയ്യാനാണ് സാധ്യത. അപ്പോൾ നിങ്ങൾക്ക്
ഈ ഒരു ഏരിയയിലും ഞാൻ എടുത്ത ട്രേഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ റിവേഴ്സൽ ട്രേഡുകൾ എടുക്കാറുള്ളത്. അതായത് മാക്സിമം മാർക്കറ്റ് വെയിറ്റ് ചെയ്യുക, അതായത് നമുക്കൊരു പ്രോപ്പർ കൺഫർമേഷനിലുള്ള റിവേഴ്സൽ തന്നു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് കാണാം, ഈ ഒരു എൻഗൾഫിംഗ് പാറ്റേൺ ലിക്വിഡിറ്റി, അതായത് ലാസ്റ്റ് റെഡ് ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാൻഡലിൻ്റെ വിക്കിനെ ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ അടുത്തൊരു കൺഫർമേഷൻ എടുത്തിട്ടുള്ളത്. കാരണം ഇവിടുന്ന് ഞാൻ ട്രേഡ് എടുക്കാൻ അതാണ് കാരണം ഇവിടെ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയും വലിയൊരു മൊമെൻറ്റത്തിൻ്റെ ഉള്ളിൽ ഒരു റിവേഴ്സൽ ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്തിട്ട് അടുത്തൊരു ലെവലിൽ, അതായത് അതിന് തൊട്ടടുത്ത് തന്നെ അടുത്തൊരു റിവേഴ്സൽ വന്നതിന് ശേഷമാണ് നമ്മൾ ഇത്രയും ട്രേഡ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്ത്, കാരണം ഇവിടെ ലിക്വിഡിറ്റി ക്യാച്ച് ചെയ്ത മാർക്കറ്റിൻ്റെ അടുത്ത പൊസിഷൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇത്രയും ഫാസ്റ്റായിട്ട് പോകുന്നത്. ഇതിനെയാണ് ഒരു മൊമെൻറ്റം എന്ന് പറയുന്നത്. അത് അധികം ഒരു മൊമെൻറ്റം സംഭവിക്കുക ഈക്വൽ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലാണ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുക. അതായത് ഇത്രയും പൊസിഷനിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടോ, ഈ ഒരു പൊസിഷനിൽ നിന്ന് ബൈ ചെയ്ത ആളുകൾ മാർക്കറ്റ് വീണ്ടും ആ പൊസിഷനിലേക്ക് വരുമ്പോൾ ഇവിടുന്ന് വീണ്ടും ബൈ ഓർഡർ പ്ലേസ് ചെയ്യും. പക്ഷേ മാർക്കറ്റ് എന്ത് ചെയ്യുക, അവിടുന്ന് നേരെ താഴേക്ക് വന്നിട്ട് അവരെല്ലാം സ്റ്റോപ്പ് ലോസിന് ഹിറ്റ് ചെയ്തിട്ട് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും, അതായത് തിരിച്ച് മുകളിലേക്ക് തന്നെ പോകും. ഇനി നമുക്കൊരു ട്രേഡും കൂടി എടുത്തിട്ട് ഈ ഒരു ഇത് ക്ലോസ് ചെയ്യാം. ഇനി നമുക്കൊരു ട്രേഡ് എടുക്കണമെങ്കിൽ ഇതൊരു റീട്രേസ്മെൻറ്റ്, അതായത് 2 ക്യാൻഡലിലാണ് ഇത് എൻഡ് ചെയ്യുന്നതെങ്കിൽ അടുത്തൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ കോൾ ഓപ്ഷൻ എടുക്കുന്നതാണ്. അതല്ല ഇവിടുന്ന് ഒരു മൊമെൻ്റ് ആണെങ്കിൽ നമ്മൾ ആ ഒരു പൊസിഷനെ ക്യാൻസൽ ചെയ്യുന്നതാണ്. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോറി, ഈ 2 ക്യാൻഡിൽ കഴിഞ്ഞിട്ട് വീണ്ടും റെഡ് ക്യാൻഡിലാണെങ്കിൽ അതൊരു മൊമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക കൺഫർമേഷന് വേണ്ടിയിട്ട്. അതല്ല ഈ ഒരു റീട്രേസ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ നമ്മൾ മുകളിലേക്ക്, അതായത് ആ ഒരു അപ്പ് കോൾ എടുക്കുന്നത്. ഓക്കെ, ഒരു മൊമെൻ്റ് ആണെങ്കിൽ നമ്മളവിടെ ക്യാൻസൽ ചെയ്യുന്നതാണ്. മാർക്കറ്റ് യെസ്, അപ്പോൾ ഇതൊരു റീട്രേസ്മെൻ്റ് ആണ്, പുൾ ബാക്ക് ആണ്. ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, പുൾ ബാക്ക് ഇട്ട് അടുത്തത് മാർക്കറ്റ്. ഇനി ഇവിടുന്ന് ഒരു ക്യാൻഡിൽ വരികയാണെങ്കിൽ അതിൻ്റെ ലക്ഷ്യം ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിവിടെ എങ്ങനെയാണോ ക്യാൻഡിൽ വരുന്നത് അതിനനുസരിച്ച് നല്ലൊരു ഹെൽത്തി ക്യാൻഡിൽ ആണെങ്കിൽ മാത്രമേ നമ്മൾ കണ്ടിന്യൂഷൻ ട്രേഡ് എടുക്കുള്ളൂ. ഇതുപോലെ വെയിറ്റ് ചെയ്യുക, മാർക്കറ്റ് അനലൈസ് ചെയ്യുക. യെസ്, ഇവിടെയുള്ള ലെവൽസിൽ ഏതെങ്കിലും ആണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കില്ല, കാരണം ഇതെല്ലാം സ്ട്രോങ് ലെവൽസ് ആണ്. ഓക്കെ, യെസ്, ഈ ഒരു ക്യാൻഡിൽ ക്ലോസ്, യെസ്, ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഓക്കെ മൊമെൻ്റം സ്റ്റാർട്ട്, അതായത് ഇത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഒരു ഹൈ ലോ വീണ്ടും, അതായത് ഈ ഒരു ക്യാൻഡിൽ കഴിഞ്ഞ അടുത്ത ക്യാൻഡിൽ നമ്മൾ കോൾ ഓപ്ഷൻ എടുക്കുന്നതാണ്. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഇതൊരു ഓപ്പൺ മാർബൂസ് ക്യാൻഡിലാണ്. ഇതിന് എവിടെ, ഇത് പൊസിഷനിൽ നമുക്ക് മാർക്ക് ചെയ്യാം എവിടേക്കാണ് നമുക്ക് റിവേഴ്സൽ ഏരിയ ഉള്ളത്. ഇതൊരു ലെവലുണ്ട്, ഇവിടെ ഒരു ലെവലുണ്ട്. ഈ ഒരു ലെവലിന് താഴത്താണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കോൾ ഓപ്ഷൻ എടുക്കുന്നതാണ്. 3 ലെവൽസിനെ ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു ലെവൽസിൻ്റെ ഉള്ളിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ കോൾ ഓപ്ഷൻ എടുക്കുന്നത്. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. യെസ്, ഈ ഒരു ലെവലിന് മുകളിലാണ് നമുക്ക് റിജക്ഷനോടാണ് ക്ലോസ്. യെസ്, ഓക്കെ, നമ്മൾ വീണ്ടും കോൾ ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കോൾ ഓപ്ഷൻ എടുക്കാൻ ഞാൻ പറഞ്ഞു ഓൾറെഡി മാർക്കറ്റ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ അതിൽ നമുക്ക് കിട്ടിയതാണ് ഓപ്പൺ മർബൂസ് ക്യാൻഡിൽ. അതുപോലെ തന്നെ പ്രീവിയസിലുള്ള ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് ശ്രമിക്കുന്നത്. അതായത് മാർക്കറ്റിന് മുകളിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മാർക്കറ്റ് പുഷ് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇവിടെ എന്തായാലും ഒരു ചെറിയ ഗ്രീൻ ക്യാൻഡിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, നോക്കാം നമുക്ക് എങ്ങനെ അതിൻ്റെ പ്രഷർ. യെസ്, ഓക്കെ, മാർക്കറ്റ് നല്ല രീതിയിൽ ലിക്വിഡിറ്റി ക്യാച്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു മൊമെൻ്റ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ കഴിഞ്ഞാൽ ഞാനൊരു കോൾ ഓപ്ഷൻ എടുക്കുന്നതാണ്. എങ്ങനെയാണോ മൊമെൻറ്റത്തിൽ ട്രേഡ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. ഓക്കെ, അടുത്ത ലെവൽ മാർക്ക് ചെയ്തു.
ഓക്കെ, ഇത്രയും ലെവൽസ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഞാൻ അവിടെ നിന്ന് ഒരു കോൾ ഓപ്ഷൻ എടുക്കുകയാണ്. എന്തുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും കോൾ ഓപ്ഷൻ എടുക്കുന്നത് വെച്ചാൽ മാർക്കറ്റ് ഒരു മൊമെൻറ്റത്തിൽ കണ്ടിന്യൂ ചെയ്തു പോകണം. അതുപോലെ തന്നെ ഇത്തരം ഹൈ ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിൽസ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത കൂടുതൽ. കാരണം വെച്ചാൽ മാർക്കറ്റിൻ്റെ മൊമെൻറ്റത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നിന്ന് വീണ്ടും ഒരു കോൾ ഓപ്ഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ക്യാൻഡിലും ഈസി ആയിട്ട് വിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ട്രെൻഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ട്രേഡ് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. അതായത് നമ്മൾ ഒരിക്കലും ഒരു റിവേഴ്സലിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടയോ അല്ലെങ്കിൽ അത്തരം എന്താ പറയുക, നമുക്കൊരു പാറ്റേൺ ഡെവലപ്പ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾ പഠിച്ച ഒരു ട്രെൻഡ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അങ്ങനെ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് സ്റ്റോക്കോസ്റ്റിക് ഇടുന്നുണ്ടെങ്കിൽ സ്റ്റോക്കോസ്റ്റിക്കിൽ നോക്കാം. ഓൾറെഡി സ്റ്റോക്കോസ്റ്റിക്കും കോൾ ഓപ്ഷനിലാണ് ഉള്ളത്. ഓക്കെ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ എടുത്ത ട്രേഡ്സ് എല്ലാം വിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൊമെൻറ്റോ, അതായത് ഈ ഒരു ട്രേഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും ക്യാൻഡിൽസ് നമുക്കിപ്പോൾ ട്രേഡ് ചെയ്യാൻ പറ്റി. ഓക്കെ, നമ്മൾ ഈ ഒരു ട്രേഡും വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു മൊമെൻറ്റത്തിൻ്റെ കൂടെ ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇതാണ്. കാരണം മാർക്കറ്റ് ഇനിയും മുന്നോട്ട് തന്നെയാണ് പോവുക. കാരണം ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഫ്യൂവലാണ് ലിക്വിഡിറ്റി. അതാണ് ഇപ്പോൾ ക്യാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റ് റൺ ചെയ്യും. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.